ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണേ. നമുക്ക് ചെറിയ കുറച്ച് ചെടികളെ പരിചയപ്പെടാം. ഇന്ന് നമുക്ക് അക്കേഷ്യ ആമസോണിക്ക എന്നുള്ള ഒരു ചെടിയാണ്. ചേമ്പിൻ്റെ ഇനത്തിൽപ്പെട്ട ചെടിയാണ്. അത് എല്ലാവരും ചേമ്പ് ചെടി എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ നീളത്തിൽ പേരൊന്നും ആരും പറയാറില്ല. ഇപ്പം ഈ ചേമ്പ് ഇനത്തിൽപ്പെട്ട കുറച്ച് കളക്ഷൻ എൻ്റെ അടുത്തുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നതുണ്ടോ. ഇതിൻ്റെ കുറച്ച് ഒരു 3-4 ചെടിയുണ്ട്. ഞാനിത് ചട്ടി നിറഞ്ഞപ്പോൾ മാറ്റി വെച്ചതാണ്. ഇതിങ്ങനെ ഇവിടെ ഉണ്ട്. ഇത് 3-4 ചൂടുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ ഒരു കളക്ഷനായിട്ട്. ഇത് ശരിക്കും ഒരു മാൻ്റെ തല പോലെ 2 കൊമ്പൊക്കെ ആയിട്ട് ഉണ്ട്. അതുപോലെ ഒരു രൂപം നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു രൂപം പോലെ വരുന്നുണ്ട് ഇതിൻ്റെ ഇല നല്ല വിടർന്ന ഇലയാണ്. ഇതിങ്ങനെ പിന്നെ അതിൻ്റെ കൂമ്പ് വരുന്നുണ്ടോ, അത് തന്നെ ഒരു ഭംഗിയാണ്. ഇതുണ്ടോ, ഒരു തിരി പോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് കുഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഇതല്ല കേട്ടോ ഇതൊക്കെ വളർത്താൻ. ഞാൻ എന്തെങ്കിലുമൊക്കെ വാരി ഇടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പൊടിയോ ഇത് പറിച്ചതും എന്തെങ്കിലുമൊക്കെ വാരി ഇടും. അല്ലാതെ അതിന് വലിയ കഷ്ടപ്പെട്ട് അതിനെ ഒത്തിരി സംരക്ഷിക്കേണ്ട ഒരു ചെടിയൊന്നും അല്ല. ഈ ചേമ്പനത്തിൽപ്പെട്ട ചെടി ആയതുകൊണ്ട് ഒരുപാട് ഇതൊന്നുമില്ല. ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് ഇതുണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതുണ്ട്. ഇതിങ്ങനെ കൂട്ടം വലിയ ഒരു ഇതായിട്ട് വരും. ഇതൊരു ചെറിയ ചട്ടിയാണ്. ചെറിയ ചട്ടിയിൽ ഇതുണ്ട്, ചെറിയൊരു ചട്ടി. ഇത് ഇത്രയും നിറഞ്ഞിങ്ങനെ തിങ്ങി വരും. ഇതിങ്ങനെ ഈ ചെടിയും ഒരു ചേമ്പല പോലത്തെ ഒരു സൈസിൽ പെട്ടതാണ്. ഇത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പം ഞാൻ കുറച്ച് പറിച്ച് ചട്ടിയൊക്കെ മാറ്റി കുറച്ച് അതിലൊക്കെ ആക്കി 2-3 പാത്രങ്ങളിലാക്കി വെച്ചത് കൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഇത് നിറഞ്ഞങ്ങ് വരുമ്പോഴത്തേന് നല്ല ഭംഗിയാണ്. അതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യം അറിയില്ല. പിന്നെ ഇത് അതിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. കലേഡിയൻ എന്ന ഒരു പേരാണ് ഇതിന് ഞാൻ കേട്ടത്. അതും ഒരു ചേമ്പനത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഞാൻ പറിച്ചു വെച്ചുകൊണ്ട് എല്ലാം ചെറുതായി ഇതിന് വലിയ മുഴുത്ത ഇലയാണ് കേട്ടോ. ഇത് നല്ല വലിയതായിട്ട് വരും. ഇതിനൊന്നും വലിയ വളവൊന്നും വേണ്ട. ഇത് അതുപോലെ തന്നെ ഇതതിൻ്റെ വേറൊരു കളറ്. ഇത് ചുവപ്പ് വര. ഇതിങ്ങനെ ഉണ്ടോ, പച്ചയിൽ ചുവപ്പ് വര. ഇത് വേറെ ഒരു സാധനമാണ്. ഇത് പച്ചയിൽ കറുപ്പ് നിറം. അതിൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ട ഒരു ഇലയും ചെടിയുമാണ്. ഇത് വേറെ ഒരു നല്ല രസമുണ്ട്. ഇതൊരു വെള്ളയിൽ പച്ച വര ആയിട്ട് വരയും നിറച്ചുമുണ്ട്. ഇതെല്ലാം ഇച്ചിരി പറിച്ചു വെച്ചതുകൊണ്ടല്ല, നിറച്ചും വന്നതായിരുന്നേ. മഴ വന്ന കുറേ അങ്ങ് ചീഞ്ഞൊക്കെ പോയി. ഇത് വേറൊരു വെറൈറ്റി ഐറ്റമാണ്. പേരൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ പേരൊക്കെ പറഞ്ഞതാണ്. ഇത് നീളത്തിൽ വെച്ച് വണ്ണം കുറഞ്ഞ നീളത്തിൽ വെള്ളയും പച്ചയും ഒക്കെ ആയിട്ടിതുണ്ട്. ഇത് ലൈറ്റ് പച്ച ഇതിലുണ്ട്, ഡാർക്ക് പച്ചയുണ്ട്. ഇത് പല ഐറ്റമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ വലിയ ഇലയും വരുന്നുണ്ട്. ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നല്ല പച്ചയിൽ നടുക്കൂടെ വരെ നല്ലൊരു തിളക്കമുള്ള വെള്ളം. ഇത് അതിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് വേറെ ഒരെണ്ണമുണ്ട്. ഇത് കുറച്ചുകൂടെ വലിയ ഇലയും വലിയ ചട്ടി നിറഞ്ഞു വരും. ഇതിങ്ങനെ ഇതുണ്ട്. ഇത് ചട്ടി ഇത്രയേ ഉള്ളൂ. അതിങ്ങനെ പൊങ്ങി നിറച്ച് ഇലയുമായിട്ട്. ഇതൊക്കെ നമ്മൾ ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാതെ വേറെ ഇതിനൊന്നും പ്രത്യേകിച്ച് വളമൊന്നുമില്ല. കുറച്ച് കരികിലൊക്കെ വാരി അടിയിലൊക്കെ ഇട്ട് മണ്ണ് ഇച്ചിരി നിറയ്ക്കുകയാണെങ്കിൽ അത് വലിച്ചെടുത്തോളും. ഇതും ചില ഇലയിൽ കറുപ്പ് കൂടുതലുണ്ട്, ചില ഇലയിൽ ലൈറ്റ് പച്ചയുണ്ട്. ഇത് ഒരു തണ്ട് നട്ടാൽ ഇതിങ്ങനെ നിറഞ്ഞു വരും. ഇത് വേറെ അതിൻ്റെ ഒരു ഇനം പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചെടികൾ ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല. എൻ്റെ കൂട്ടുകാരെ, ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ഇനി വരുന്നത് വരെ ബൈ, ടാറ്റ.